വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്നോ, ബാങ് ബാങ് ഷ്രിംപ് ടാക്കോസ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഷ്രിമ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഞാനിത് ഫ്രഷായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഓരോ ഷ്രിമ്പ് നമ്മൾ മുട്ടവെള്ളയിൽ മുക്കി പിന്നെ നമ്മുടെ കോൺ സ്റ്റാർച്ചിനകത്ത് കോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെക്കണം. ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. നമ്മളിത് ഒത്തിരി സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് സോസ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. സോസിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മയനൈസാണ്. അതൊരു 1/2 കപ്പ് മയനൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ്, അതായത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എഗ് റോൾ സോസാണ്. അത് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സിറാച്ച സോസ്, ഹാർഡ് സോസ്, അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ കോൾസ്ലോ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മുടെ എടുത്തു വെച്ചിരുന്ന ക്യാബേജ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കൂടെ എടുത്തു വെച്ചിരുന്ന മല്ലിയിലയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാംഗോ അതുകൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ലൈം, അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടത്തെ ഒരു ചെറിയ ഒരു നുള്ളു ഉപ്പോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ടോർട്ടില്ലാസ് ഒന്ന് ചൂടാക്കണം. നമുക്ക് ആ ഷ്രിമ്പ് നമുക്ക് ആ സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ സോസ് ഈ ഷ്രിമ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ടാക്കോയ്ക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അസംബിൾ ചെയ്താൽ മാത്രം മതി. ആദ്യം തന്നെ ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു ടോർട്ടില്ല എടുത്ത് വെക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഷ്രിമ്പ് നമ്മൾ എടുത്ത് വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പർപ്പിൾ ക്യാബേജിൻ്റെ ഈ കോൾസ്ലോ നമ്മൾ എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ മിച്ചമുണ്ടായിരുന്ന സോസ് ഉണ്ടല്ലോ, അത് കുറച്ച് അതിന് മുകളിലേക്ക് ഇതുപോലെ ഡ്രിസിൽ ചെയ്യുക.